മഞ്ഞൾ ഉപയോഗിച്ചിട്ട് ഒരു ഓയിൽ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് റെഡിയാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പച്ചമഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. കസ്തൂരി മഞ്ഞളും ഇപ്പോൾ എടുക്കാം. മണ്ണിൽ നിന്ന് പറിച്ചു കൊണ്ട് വന്ന പാടായതുകൊണ്ട് ഇതിൽ നന്നായിട്ട് ചളിയുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് 3-4 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി എടുക്കണം. അപ്പോൾ 3-4 പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തോലൊന്ന് ചരണ്ടി കളയണം. എന്നിട്ട് വേണം നമുക്കിത് എണ്ണ ഉപയോഗിക്കാനും വേണ്ടിയിട്ട്. ഇത് ചരണ്ടി കളയാതെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാം, എണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിന്മേൽ നന്നായിട്ട് ചളിയുണ്ട്. അപ്പം ഞാൻ ഇത് വരണ്ടി എടുത്തിട്ടാണ് എണ്ണ ഉണ്ടാക്കുന്നത്. നമ്മൾ എണ്ണ എടുക്കുന്നതിനനുസരിച്ച് മഞ്ഞൾ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എത്രയാണോ എണ്ണ എടുക്കണത് അതിനനുസരിച്ച് എടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ട് അതിന്മേൽ വെച്ച് ഇത് വരുത്തിക്കാണ്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ എടുക്കുക, അതല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അങ്ങനെ അടിച്ചുകൊണ്ട് എടുക്കുക. അപ്പോൾ അതിലേറെ നല്ലത് ഇങ്ങനെ ഇതിന്മേൽ വെച്ച് വരുത്തിക്കാണ്ട് എടുക്കണതാണ് നല്ലത്. അപ്പോൾ നമ്മളെ മഞ്ഞൾ ഇവിടെ ചെറുതായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്തിപ്പോൾ എണ്ണയാണ് ഉള്ളത്, അപ്പോൾ ഞാൻ അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ട് അത് ചൂടായി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ശേഷം വേണം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. ആ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മഞ്ഞൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളെ മഞ്ഞൾ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മളെ എണ്ണ റെഡി ആയിക്കണമെന്നാണ് ആ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെള്ള തുണി എടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് അരിച്ചെടുക്കണത്. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ അരിപ്പൊക്കെ വെച്ച് അരിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മൾ അതിലുള്ള മഞ്ഞളുടെ അംശങ്ങളൊന്നും അതിൽ ഉണ്ടാവില്ല. അപ്പം നല്ലപോലെ അതിൻ്റെ അതല്ല നമ്മൾ അരിപ്പൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വരാൻ സാധ്യതയാണ്. അപ്പോൾ നമ്മളിതാ അവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ചെയ്യണം. അങ്ങനെ ഇതാ നമ്മളെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.